السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. فاللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. وعن جابر رضي الله عنه قال: سألت رسول الله صلى الله عليه وسلم عن نظر الفجأة فقال: اصرف بصرك. رواه മുസ്ലിം റഹിമഹുല്ലാ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദുസ് സാലിഹീനിൽ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധാപൂർവം ഒഴിവാക്കേണ്ടുന്ന ഏറ്റവും നിഷിദ്ധമായ കാര്യങ്ങളെ പരാമർശിച്ചു കൊണ്ടിരിക്കുന്ന അധ്യായങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അന്യസ്ത്രീയെ വൈകാരികമായ നിലയ്ക്ക് ദുഷ്ടമായ ലാക്കോടുകൂടി നോക്കുന്നത് കഠിനമായി ഇസ്ലാം വിരോധിച്ചു എന്നുള്ള അധ്യായത്തിലാണ് നമ്മളുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകളും ഏതാനും ഹദീസുകളും നമ്മൾ കേട്ടുകഴിഞ്ഞു. ബാക്കിയുള്ള ഹദീസുകളാണ് ഇന്ന് നമുക്ക് കേൾക്കുവാനും പഠിക്കുവാനുമുള്ളത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മഹാനായ സഹാബി ജരീർ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം പറയാണ്: സഅൽതു, ഞാൻ ചോദിച്ചു. സഅല, ചോദിച്ചു. സഅൽതു, ഞാൻ ചോദിച്ചു. റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു. അൻ നളരിൽ ഫജ്അ, പെട്ടെന്നുണ്ടാകുന്ന നോട്ടത്തെക്കുറിച്ച്. ഫജ്അത്ത് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന നോട്ടം, അതാണ് നളുറുൽ ഫജ്അ. ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉടനടി മറുപടി കൊടുത്തു: ഇസ്രിഫ് ബസറക്. ഇസ്രിഫ്, നീ തിരിക്കണം. സറഫ, തിരിച്ചു. യസ്രിഫു, ഇസ്രിഫ്, നീ തിരിക്കണം. ബസറക്ക, നിൻ്റെ ദൃഷ്ടിയെ, നിൻ്റെ കണ്ണിനെ നീ ഉടനെ തിരിക്കണം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. ഇവിടെ എന്താണ് വിഷയം? സ്വാഭാവികമായും മനുഷ്യർ പുറത്തിറങ്ങും, അകത്തന്നെ ഇരിക്കൂലല്ലോ. പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായും ധാരാളം ആളുകൾ അതിലൂടെ കടന്നു പോകും. പലരുമായും അഭിമുഖീകരിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണേണ്ടി വരുമ്പോൾ, മനഃപൂർവമല്ലാതെയുള്ള നോട്ടം കുറ്റമാകുമോ? കാരണം അങ്ങനെ ദൃഷ്ടിപ്പെടുകയാണ്. അങ്ങനെ ഒരു സ്ത്രീയെ അങ്ങനെ കാണേണ്ടി വരുമ്പോൾ വേണമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ആവർത്തിച്ച് നോക്കല്ല, അങ്ങനെ കണ്ടുപോയി. എന്താണ് അതിൻ്റെ വിധി? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്: ഇസ്രിഫ് ബസറക്, നിൻ്റെ ദൃഷ്ടിയെ നീ എന്ത് ചെയ്യണം? തിരിച്ചുവിടണം. സമാനമായ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി അബൂദാവൂദും തിർമിദിയും അഹ്മദും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: യാ അലി, അലിയാരെ വിളിച്ചുകൊണ്ട് പറയാണ്: ലാ തുത്ബി അന്നളറ അന്നളറ ഫഇന്ന ലക്കൽ ഊല വലൈസത് ലക്കൽ ആഖിറ. അലി, ലാ തുത്ബി, നീ തുടർത്തരുത്. അത്ബ എന്ന് പറഞ്ഞാൽ ഒന്നിനു പിറകെ മറ്റൊന്ന് ചെയ്തു എന്നുള്ളതിനാണ് അത്ബ യുത്ബിഉ എന്ന് പറയാം. ലാ തുത്ബി അന്നളറത അന്നളറത, ഒരു നോട്ടത്തിന് പിറകെ മറ്റൊരു നോട്ടം കൊണ്ട് നീ തുടർത്തരുത് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നോക്കുക, അതാണ് അത്ബ.
അത്ബഅൻ നളർ എന്ന് പറഞ്ഞാൽ എന്തായാലും നോട്ടം ആവർത്തിച്ചു എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ലാ തുത്ബിഅ്, നീ ആവർത്തിക്കരുത് അൻ നളറത, ഒരു നോട്ടത്തിൻ്റെ പിറകെ അൻ നളറ, മറ്റൊരു നോട്ടവുമായി ആവർത്തിക്കരുത്. എന്തുകൊണ്ട്? ഫഇന്ന ലകൽ ഊല, ഒന്നാമത്തെ നോട്ടം നിനക്ക് പറഞ്ഞതാണ്, നിനക്ക് അനുവദിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അത് യാദൃച്ഛികമാണ്, അത് പെട്ടെന്ന് നീ നോക്കിപ്പോയതാണ്, നിന്റെ ദൃഷ്ടിയിൽ പെട്ടതാണ്. അതേ അവസരത്തിൽ വലൈസത്ത് ലക്കൽ ആഖിറ, രണ്ടാമത്തേത് നിനക്ക് അനുവദിക്കപ്പെട്ടതല്ല, അത് ശൈത്താനിൽ നിന്നുള്ളതാണ്. വളരെ വ്യക്തമാണ് അതിലെ ആശയം. ഒരു സ്ത്രീയെ ഒരാൾ പെട്ടെന്ന് അങ്ങനെ നോക്കി, ഒരാൾ സ്ത്രീയെ കണ്ട് സ്വാഭാവികമായും മനുഷ്യനിൽ രണ്ടാമതും നോക്കണം എന്നാണ് അവൻ്റെ ചിന്ത പറയുക. ഒരാളെ കാണുമ്പോൾ അവൻ വീണ്ടും നോക്കും, ആ നോട്ടം കഴിഞ്ഞ് വീണ്ടും നോക്കും, ഇങ്ങനെ തുടരെ നോക്കും. അതിൽ ഒന്നാമത്തത് അവൻ തെറ്റുകാരനാകുന്നില്ല, കാരണം അത് അവൻ ഫജഅത്ത്, പെട്ടെന്ന് പൊടുന്നനെ അവൻ്റെ ദൃഷ്ടി പോയതാണ്. പക്ഷേ രണ്ടാമത്തത് അങ്ങനെയല്ലല്ലോ. അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, എന്താ രണ്ടാമത്തത് തെറ്റായത്, പാടില്ലെന്ന് പറയാൻ കാരണം ലിഅന്നഹാ അസ്ബഹത് അൻ അംദിൻ, അത് മനഃപൂർവ്വമാണ്. ഒന്നാമത്തത് മനഃപൂർവ്വമല്ല, യാദൃച്ഛികമായിട്ടാണ്. അപ്പം എല്ലാ നിലക്കുള്ള ഹറാമായ കാഴ്ചകളും ഇതിൽ പെടും. ഹറാമായ കാഴ്ചകൾ ചിലത് നമ്മളുടെ ദൃഷ്ടിയിൽ പെട്ടെന്ന് നമ്മൾ അറിയാതെ കയറി വരും. ഇപ്പം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയെ നോക്കൽ, വഴിയിൽ വെച്ച് നോക്കൽ മാത്രമല്ല, നമ്മൾ ഫോൺ എടുത്തു, സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ സ്മാർട്ട് ഫോണ്. നമ്മളറിയാതെ അതിലേക്ക് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേണ്ടാത്തതൊക്കെ കടന്നു കയറി വരും. നമ്മുടെ ദൃഷ്ടിയിൽ അത് പെട്ടു, ഉടനെ എന്താ ഇവിടെ നബിസങ്ങൾ പറഞ്ഞതെന്താണ്? ഇസ്രിഫ് ബസറക്ക, നിൻ്റെ ദൃഷ്ടിയെ നീ പെട്ടെന്ന് തിരിച്ചുവിടണം, വേഗം വേറെ അത് തിരിച്ചുവിടണമെന്ന്. അപ്പോൾ ഇന്ന് നമ്മളെന്താ ചെയ്യേണ്ടത്? അങ്ങനെ ദൃഷ്ടിയിൽപ്പെട്ട എന്നാൽ അതെന്താണെന്നൊന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് ഓപ്പണാക്കി നോക്കുക, വിശദമായിട്ട് കാണാമെന്നുള്ള നിലക്ക് തുറന്നാൽ അത് ഹറാമായി. നേരെ മറിച്ച് എന്ത് ചെയ്യാണ്? ദൃഷ്ടിയിൽപ്പെട്ടതോടുകൂടെ നമുക്ക് മനസ്സിലായി ഇത് വൾഗാണ്, വേഗം തട്ടിവിട്ടു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വഴിയിൽ വെച്ച് പലപ്പോഴും വേറുള്ളവരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നോട്ടൊക്കെ നിയന്ത്രിക്കും. പ്രത്യേകിച്ച് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനാണ് ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിങ്കൽ നിന്ന് അവർ മറച്ചു വെക്കൊന്നുമില്ല. അള്ളയാണെങ്കിൽ അവരുടെ കൂടെ സദാ നിരീക്ഷകനായിട്ടും ഉണ്ട് താനും. അപ്പോൾ നമ്മൾ ദുന്യാവിൽ പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. മനുഷ്യർക്കൊരു പ്രകൃതമുണ്ട്, ഈമാനികമായിട്ട് റബ്ബിൻ്റെ പ്രത്യേക ഇസ്മത്ത് കിട്ടിയിട്ടുള്ള ആളുകൾക്കൊഴികെ എപ്പോഴും അടുത്തുള്ള അപകടത്തെയാണ് മനുഷ്യൻ എപ്പോഴും എന്തു ചെയ്യുക? ഭയപ്പെടുക. പെട്ടെന്നുള്ള ഒരു അപകടത്തെ, പെട്ടെന്നുള്ള ഒരു അപമാനത്തെ, പെട്ടെന്നുണ്ടാകാവുന്ന ഒരു മോശമായിട്ട് തന്നെക്കുറിച്ച് ആളുകൾ വിചാരിക്കുന്നതൊക്കെയാണ് ഭയപ്പെടുക. ശേഷം പിന്നെ അള്ളാഹ് കാണുന്നില്ലല്ലോ, പരലോകത്ത് വഷളാക്കപ്പെടുമല്ലോ എന്നൊക്കെ ചിന്തിക്കുള്ളൂ. ഖുർആൻ പറഞ്ഞതാണത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ഐഹിക ജീവിതത്തെ എത്രേ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ദുന്യാവിലെ കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും വലിയ വിഷയമായിട്ട് കാണുക. വാസ്തവത്തിൽ വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, ആഖിറമാണ് ഉത്തമമായ ജീവിതം, അതാണ് ശാശ്വതമായതും എന്നിരിക്കെ നിസ്സാരമായ ഈ ലോകത്തിനിപ്പോൾ നമ്മൾ വഷളാക്കപ്പെട്ടാലും എത്ര കാലം അപ്പോൾ വഷളാക്കപ്പെടുക? കുറച്ചു കാലം ജനങ്ങൾ ചർച്ച ചെയ്യും, പിന്നെ അത് മറക്കും. എന്നൊന്നും ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടല്ല ഇവിടെ ലോകത്ത് ഒരുപാട് കുറ്റവാളികൾ, തെറ്റ് ചെയ്തവരൊക്കെ പിന്നെയും ജീവിക്കുന്നില്ല. കുറച്ചു കാലം അവർ ഉള്ളിലാവും, അല്ലെങ്കിൽ കുറച്ചു കാലം അവർ പുറത്തിറങ്ങാതെയാവും, കുറച്ചു കാലം അവർ അപമാനം കേൾക്കേണ്ടി വരും. പിന്നീട് അവർ കാണാം പൂർവോപരി ശക്തിയോടുകൂടി പ്രവർത്തന രംഗത്തുണ്ടാവും. ഇത് മനുഷ്യ സഹജമാണ്. പക്ഷെ പരലോകത്ത് അങ്ങനെയല്ലല്ലോ. അവിടെ ഇത് മറക്കണ കേസില്ല, ഇതിനുള്ള ശിക്ഷ നിൽക്കുന്ന കാലമില്ല, അത് ശാശ്വതമാണ്. എല്ലാ അർത്ഥത്തിലും അവിടെ പബ്ലിക്കായി ജനകോടികളുടെ മുമ്പിലും അപമാനിക്കപ്പെടുകയാണ്, അവഹേളിക്കപ്പെടുകയാണ്. പക്ഷേ എന്നാലും മനുഷ്യർക്ക് എപ്പോഴും ദുന്യാവിലെ ആളുകൾ കാണുമോ, ആളുകളറിയോ, ആളുകളെന്താ എന്നെക്കുറിച്ച് വിചാരിക്കുക എന്നുള്ള ചിന്തയെ വരുള്ളൂ. പരലോകത്തെ റബ്ബ് അള്ള കാണുന്നില്ലേ, അതിൻ്റെ പ്രയാസം ഞാൻ പരലോകത്ത് ഇതിനേക്കാൾ ജനകോടികളുടെ മുമ്പിൽ അനുഭവിക്കേണ്ടി വരില്ലേ എന്നുള്ള ചിന്തയൊക്കെ പിറകെ മാത്രമേ വരുള്ളൂ. അത് മുന്നിൽ വരാൻ നമ്മൾ റബ്ബിനോട് വല്ലാതെ അടുക്കേണ്ടതുണ്ട്, അപ്പോഴേ അത് മുന്നിൽ വരുള്ളൂ. ദുന്യാവിലത്തെ എനിക്ക് വിഷയമല്ല, പരലോക വലുത് എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ എത്തിയിട്ട് ഒരു തിന്മയില്ലെന്ന് മാറി നിൽക്കണമെങ്കിൽ അതാണ് വലിയ ആകുന്ന അവസ്ഥ.
അള്ളാഹുവിൻ്റെ വലിയാകുക, റബ്ബിനോട് അടുപ്പം കിട്ടുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിച്ചില്ലേ, എൻ്റെ അടിമ എന്നോട് നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിലേക്ക് അടുക്കുന്ന അത്ര ഇഷ്ടപ്പെട്ടൊരു കാര്യം എനിക്ക് വേറല്ല. അതിൻ്റെ പുറമേ നിർബന്ധങ്ങളൊക്കെ അവൻ ശ്രദ്ധിക്കുന്നതോടൊപ്പം അവൻ സുന്നത്തായ കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ധാരാളമായി ചെയ്യും. അങ്ങനെ ധാരാളമായി അവൻ സൽക്കർമ്മങ്ങൾ ചെയ്ത് 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 അവൻ എന്നോട് അടുക്കും, ഞാൻ അവനോടും അടുക്കും. ഔലിയാക്കളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു തരികയാണ്. അങ്ങനെ ഞാൻ അവനോട് അടുത്തു കഴിഞ്ഞാൽ കുൻതു സമഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യബ്സുറു ബിഹി, പിന്നെ അവൻ കാണുന്ന കണ്ണ് ഞാനാകും, കേൾക്കുന്ന കാത് ഞാനാകും, പിടിക്കുന്ന കൈ ഞാനാകും, നടക്കുന്ന കാല് ഞാനാകും. ഇത് ഖുദ്സിയായ ഹദീസാണ്, അള്ളാഹു അറിയിച്ചൊരു കാര്യമാണ്. എന്താണ് അതിൻ്റെ ആശയം? ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചതും തെറ്റിദ്ധരിപ്പിച്ചതുമായ ഹദീസാണിത്. അള്ളാഹു ഒരാളുടെ കയ്യാകും കണ്ണാകും എന്നൊക്കെ പറഞ്ഞാൽ അവർ തെറ്റിദ്ധരിപ്പിച്ചത് എങ്ങനെയാണ്? അവർ പറയുന്ന ചില സൂഫികളായ ആളുകളുണ്ട്, ഔലിയാക്കന്മാർ തങ്ങന്മാർ എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരെ കുറിച്ച് അവർ പറയും അവരൊക്കെ അള്ളാഹുവിലേക്ക് അടുത്ത മഹാന്മാരാണ്, അവരൊക്കെ നിസ്കരിക്കുന്നത് നമ്മൾ കണ്ടില്ലെങ്കിലും ഒന്നും പറയാൻ പാടില്ല, കാരണം അവരൊക്കെ ആരാണ്? അവരൊക്കെ അള്ളാഹുവിൻ്റെ പോലെ തന്നെ അവർക്ക് അള്ളയാകും, അവരുടെ കണ്ണ് അള്ളയാകും, കയ്യ് അള്ളയാകും, കാത് അള്ളയാകും എന്ന് പറഞ്ഞാൽ അവരതിന് അർത്ഥം വെക്കുന്നത് എന്താണ്? അള്ള കാണും പോലെ അവരും കാണും, അള്ള കേൾക്കും പോലെ അവരും കേൾക്കും. അള്ളാഹുവിൻ്റെ കാഴ്ചക്കും കേൾവിക്കും ലിമിറ്റില്ല, സ്ഥലകാല വ്യത്യാസമില്ല, പരിധിയില്ല, ലിമിറ്റില്ലാതെ കേൾവിയുടെയും കാഴ്ചയുടെയും ഉടമയാണ് അള്ളാഹു. അത് പ്രപഞ്ചത്തിൽ ഒരു ശക്തിയും അങ്ങനെയില്ല. അപ്പോൾ ഈ ഹദീസിനെ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞിട്ടുള്ള മഹാന്മാർ അള്ളാഹ് അവരുടെ കണ്ണാകും കാതാകും എന്നൊക്കെ പറഞ്ഞാൽ അള്ള കാണും പോലെ പിന്നെ അവരും എല്ലാം കാണും, എല്ലാം കേൾക്കും. നമ്മൾ അള്ളാഹിനെ വിളിച്ചാൽ കേൾക്കും പോലെ അവരെ വിളിച്ചാലും അവർ കേൾക്കും. പക്ഷേ ഒക്കെ അള്ള കൊടുത്ത കഴിവാണെന്നേ ഉള്ളൂ. അങ്ങനെ അവർ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും എന്ന് അവർ തെറ്റിദ്ധരിച്ചു പോയി. ഇത് വലിയ തെറ്റിദ്ധാരണയാണ്. ഇത് വാസ്തവത്തിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന വ്യാഖ്യാനമാണ്. അങ്ങനെ അള്ളാഹിനെ പോലെ കാണുക, അള്ളാഹിനെ പോലെ കേൾക്കുക എന്നുള്ളതൊരു സംഭവം ഒരാൾക്കുമില്ല. ഒരു വലിയനും ഒരു നബിക്ക് പോലും അള്ളാഹു അങ്ങനെ ഒരു പ്രത്യേകത കൊടുക്കൂല. അപ്പം ഇതുവരെ തെറ്റിദ്ധരിച്ചതാണ് ഈ ഹദീസിനെ. അവരങ്ങനെ ദുർവ്യാഖ്യാനിച്ചിട്ടാണ്. അതാണിപ്പോൾ എല്ലാ സ്റ്റേജൊന്നും പറയുക, ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹ് അവരുടെ കണ്ണാകും, കയ്യാകും, കാലാകും, ചെവിയാകും എന്നൊക്കെ ഹദീസിലില്ലേ മൗലൈമാരെ. അപ്പോൾ പിന്നെ നമ്മൾ മൊയ്‌ദി ശൈഖേ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അവർ കേൾക്കും, അള്ളാഹ് കേൾക്കും പോലെ കേൾക്കും, കാണും, അറിയും, കഴിയും എന്നൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്. വാസ്തവത്തിൽ ആ ഹദീസിനെ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ആ ഹദീസിനെ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം കൊടുത്തത് എങ്ങനെയെന്നറിയോ? ഇപ്പറഞ്ഞ വ്യാഖ്യാനത്തെ അവർ വളരെ പഴച്ച വ്യാഖ്യാനമായിട്ട് കൊടുത്തു എന്ന് മാത്രമല്ല, യഥാർത്ഥ വ്യാഖ്യാനം എപ്രകാരമാണെന്ന് അവർ എഴുതുകയും ചെയ്തു. എന്താ യഥാർത്ഥ വ്യാഖ്യാനം? അതാണ് ഞാൻ ഈ വിഷയമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ കാരണം. അള്ളാഹുവിലേക്ക് ഒരടിമ അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കണ്ണ് അള്ളയാകും, കാത് അള്ളയാകും എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ കണ്ണുകൊണ്ട് ആ അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ അവൻ നോക്കുകയുള്ളൂ, കാതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടതേ അവൻ കേൾക്കുകയുള്ളൂ. റബ്ബിന് ഇഷ്ടമില്ലാത്തതിലേക്ക് അവൻ്റെ കണ്ണ് തിരിക്കുകയില്ല, റബ്ബിന് ഇഷ്ടമില്ലാത്തതിലേക്ക് അവൻ്റെ കാതവൻ കൊടുക്കുകയില്ല. പിന്നെ അവൻ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ റബ്ബ് ഇഷ്ടപ്പെടുന്നത് മാത്രമേ അവൻ കാണുകയും കേൾക്കുകയും ചെയ്യുള്ളൂ. അതൊരു മർത്തബയാണ്, അതൊരു പദവിയാണ്. ആ പദവിയിലേക്ക് എത്തലാണ് ഒരു വലിയ ആകുന്നതിൻ്റെ ലക്ഷണം. അങ്ങനെ അള്ളാഹുവാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകും. വല ഇൻ സഅലനീ ലഉഅ്തിയന്നഹു. അങ്ങനെയുള്ള ആളുകൾ എന്നോട് വല്ലതും ചോദിച്ചാൽ ഞാനതവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. വല ഇനിസ്തആദനി, അവർ എന്നോട് വല്ലതിൽ നിന്നും കാവൽ തേടിയാൽ ലഉഈദന്നഹു, ഞാൻ അവന് കാവൽ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അറിയിച്ചതായി നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണ്? മനുഷ്യർ ആ ഒരു പദവിയിലേക്ക് എത്താനാണ് നമ്മൾ അള്ളാഹുവിനോട് തേടേണ്ടത്. അതാ വലിയാവുക എന്ന് പറഞ്ഞാൽ. ജീവിതത്തിൽ ഒരുപാട് ഏകമായ, ആരും കാണാനില്ലാത്ത സമയത്ത് പോലും അല്ലാഹ്
എന്നുള്ള ചിന്തയോടുകൂടി തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും, ആരും കാണുന്നില്ല എൻ്റെ സൽക്കർമ്മങ്ങളെ എൻ്റെ റബ്ബ് പരിഗണിച്ചോളും കണ്ടോളും എന്നുള്ള നിലക്ക് അവന് വേണ്ടി മാത്രം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ വിലായത്തിൻ്റെ ഉന്നതമായ പദവിയിൽ നമ്മൾ എത്തുകയാണ്. അള്ളാഹു നമ്മെ എത്തിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് വലിയ. ഒരാൾക്ക് വലിയാവാൻ സാധിക്കും, പുരുഷനും സാധിക്കും, സ്ത്രീക്കും സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയെ പോലെയുള്ളവർ വളരെ വ്യക്തമായി തന്നെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചു, ഔലിയാ അൽ ഫർഖു ബൈന ഔലിയാ ഇർ റഹ്മാൻ വ ഔലിയാ ഇശ് ശൈത്താൻ. ഒരു ഗ്രന്ഥത്തിൻ്റെ പേരാണത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയുടെ ഗ്രന്ഥമാണത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ സൂഫികളുടെ കള്ളവലിയകളുടെ രംഗപ്രവേശങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തരീക്കത്തുകളുടെ പടയോട്ടങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ശൈത്താൻ്റെ ഔലിയാക്കൾ ആരാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാണ് എന്ന് വ്യക്തമായി ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അൽ ഫുർഖാനു ബൈന ഔലിയാ ഇർ റഹ്മാനി വ ഔലിയാ ഇ ശൈത്താൻ. അള്ളാഹിൻ്റെ ഔലിയാക്കളും ശൈത്താൻ്റെ ഔലിയാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾക്ക് വലിയാവാൻ സാധിക്കും. അവൻ വൈൻകാന താജിറൻ, അവനൊരു കച്ചവടക്കാരനാവട്ടെ, സാരിയൻ കൃഷിക്കാരനാവട്ടെ, ആലിമാവട്ടെ, ആമിയാവട്ടെ, ആരായിരുന്നാലും അല്ലാഹു തആല പറഞ്ഞ ഗുണം എന്താണ്? അല്ലദീന ആമനു വകാനു യത്തഖൂൻ. ഈമാനും തഖ്വയുമുള്ളവർക്കൊക്കെ വലിയാവാൻ സാധിക്കും. ഇന്ന് വലിയ എന്ന് പറഞ്ഞാൽ ഉള്ളതൊക്കെ ഒഴിവാക്കല. നിസ്കാരമില്ല, നോമ്പുമില്ല, ആ ഭാഗം നമ്മളിന്ന് പറയാതിരിക്കലാണ്. അത്രത്തോളം അപകടകരമായൊരവസ്ഥയിലേക്ക് പോയി. ഔലിയാക്കളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞ പ്രചരണങ്ങളല്ല ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാ തോന്നിയാസം ഉണ്ടാവും. അവർ പെണ്ണുങ്ങളെ നോക്കുക മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കൂടെ പെണ്ണുങ്ങളുണ്ടാകും, കാലും കയ്യും ഒഴിഞ്ഞൊടുക്കാനും അവർക്ക് സേവനം ചെയ്യുന്ന സേവികമാരായിട്ടൊക്കെ ഉണ്ടാവും പെണ്ണുങ്ങൾ, അവരുടെ കൂടെ ഉണ്ടാവും. എന്നിട്ട് അതിനൊക്കെ ന്യായീകരണവും പറഞ്ഞു അവരുടെ കിതാബുകളിൽ. എപ്പോഴും അവരൊക്കെ ഉദ്ധരിക്കുന്നൊരു അവരുടെ സൂഫി പണ്ഡിതനാണ് അബ്ദുൽ വഹാബ് ഷഅറാനി. അയാളാണ് എല്ലാ പൊട്ടത്തരവും ഈ ലോകത്ത് സൂഫികൾക്ക് വേണ്ടി എഴുതി പിടിപ്പിച്ചുണ്ടാക്കിയ ഒരാളാണ്. അങ്ങനെയുള്ള പാള കിതാബുകളിലൊക്കെ കാണാം ഔലിയാക്കന്മാർ ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ കൈവെക്കുന്നതും ഒരു കല്ലിന്മേൽ അവരുടെ കൈവെക്കുന്നതും സമമാണ്, അവർക്കൊന്നും തോന്നൂല. അത്രയേ ഉള്ളൂ. ഔലിയയുടെ മടിയിലിരുത്തിയിട്ട് ഒരു പെണ്ണിനങ്ങനെ തടവും തലോടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പൂച്ചക്കുട്ടിനെ തലോടണമാതിരി നിങ്ങൾ കണ്ടാൽ മതിയെന്ന്. ഇതൊക്കെ ഈ എഴുതി വെച്ചു എന്ന് മാത്രമല്ല, ഇതൊക്കെ ഇപ്പം ഒരു വിഭാഗം അവരുടെ സ്റ്റേജുകളിൽ പച്ചയായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളക്കരയിൽ. ഒന്നൊരു വിഷയമല്ല എന്നാണ്. ഔലിയാക്കന്മാരെ ലോകങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നിങ്ങളെ കാണുന്ന കണ്ണുകൊണ്ടൊന്നും ഔലിയാക്കളെ കാണരുത്. അവർക്കൊക്കെ നിസ്കാരത്തിന് അള്ളാഹ് പ്രത്യേകം ഇടം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് അവർ നിസ്കാരം 5 നേരം നിർവഹിക്കുന്നുണ്ട്. അതെവിടെ? മക്കത്തും മദീനത്തും ബൈത്തുൽ മുഖദ്ദസിലൊക്കെയാണ് ഒരു 5 നേരം പോയിട്ട് നിസ്കരിക്കണത്. അപ്പോൾ ഇവിടെ നിസ്കരിക്കുന്നില്ലെങ്കിലും നമ്മൾ എന്ത് പറയരുത്? കുറ്റം പറയാൻ പാടില്ല, അവരെ ആക്ഷേപിക്കരുത്. കാരണം അവർ സമയമായ അവിടെ പോകുന്നുണ്ട്. വളരെ ഗൗരവമാണ് സഹോദരങ്ങളെ. എൻ്റെയും നിങ്ങളുടെയും വീടുകളിൽ ഇത്തരം വിശ്വാസക്കാരായ ആളുകളുണ്ട്. ഇത് നമ്മൾ അറിയണം. അവരെ രക്ഷപ്പെടുത്തണ്ടേ? നമുക്ക് അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ടേ? നമ്മളെ ബന്ധപ്പെട്ടവരിലുണ്ടാകും, അയൽക്കാരിലുണ്ടാകും, ഫ്രണ്ട്സുകളിലുണ്ടാകും. അതിനതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളിതൊക്കെ പറഞ്ഞു കൊടുക്കണം. നിങ്ങളതിന്നൊക്കെ രക്ഷപ്പെടണം. ഇതൊന്നും അല്ല ദീന്. ഇങ്ങനെയൊക്കെ ജീവിച്ച് മരിച്ചുപോയാൽ ആഖിറത്തിൽ നരകാഗ്നിയിൽ പെട്ടുപോകും. നിങ്ങളെ ഈ പാളയത്തിലേക്ക് കൊണ്ടുപോകുന്നവരൊന്നും നാളെ മഹ്ശറിൽ നിങ്ങളുടെ രക്ഷകരായിട്ടുണ്ടാവില്ല എന്നൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമാകണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജരീർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അതുപോലെ തന്നെ സ്വർഗമുണ്ടെന്ന് സുവിശേഷം അറിയിക്കപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനോടാ പറയുന്നത്, യാ അലി ലാ തുത്ബിഇൻ നളറ അൻ-നളറ ഫഇന്ന ലകൽ ഊല വലൈസത് ലകൽ ആഖിറ. അലിയാരോടാ പറയുന്നത്, അലി ഒരു നോട്ടം അത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചേക്കാം, പക്ഷേ രണ്ടാമതും നീ നോക്കരുത്. കാരണം ആദ്യ നോട്ടം നീ അറിയാതെ നോക്കിപ്പോയതാണ്, പെട്ടുപോയതാണ്. രണ്ടാമത്തെ നോട്ടം മനഃപൂർവ്വമാണ്, അത് കുറ്റകരമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കൊടുത്തോ, അലി നീ നോക്കിക്കോ. നീ നോക്കണത് സാധാരണക്കാർ നോക്കും പോലെയല്ല. ഇജ് എന്നൊക്കെ പറഞ്ഞ ആരാണ്? അലിയും ഫിൽ ജന്ന, അലി സ്വർഗത്തിലാണ് എന്ന് പറയപ്പെട്ട അശറത്തുൽ മുബശ്ശിരീങ്ങളിലെ 4ാമത്തെ വ്യക്തിത്വമല്ലേ? റസൂലുള്ളാഹിൻ്റെ മകളുടെ ഭർത്താവായ മരുമകനല്ലേ? എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? അലിയാരോടാ പറയുന്നത്. എന്നിട്ട് അപ്പം ഇവർ പറയണത്, ഞങ്ങളെ
നേതാക്കന്മാർ, ഞങ്ങളുടെ ഷെയ്ഖുമാർ, അവർ പെണ്ണുങ്ങളെ കൂടെ ഉണ്ടെങ്കിലും പെണ്ണുങ്ങളെ കൂടെ ഇരുത്തിയാലൊന്നും കുറ്റം പറയാൻ പാടില്ല, അവർക്ക് എല്ലാം സമാനമാണ്, അവർക്കൊക്കെ തുല്യമാണ്, അവർക്ക് നിങ്ങളും നിങ്ങളെ ഭാര്യയൊക്കെ തുല്യമാണ് എന്നാണ്. അപ്പം നിങ്ങളെ ഭാര്യനായിട്ട് നിങ്ങൾ ചെന്നാൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരുടെ അടുത്ത് പിടിച്ചിരുത്തുമെന്ന്. നിങ്ങളൊന്നും എതിര് പറയരുത്. എൻ്റെ ഭാര്യനായിട്ട് ഞാൻ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് ചെന്നാൽ ചിലപ്പോൾ ഷെയ്ഖിനോട് പറയുന്നു ഓളവിടെ ഇരുത്തിക്കോച്ചു പൊയ്ക്കോന്ന്, അങ്ങനെ പറഞ്ഞാൽ അത് അനുസരിക്കണമെന്ന്. ആലോചിച്ച് നോക്കൂ, ഇവരുടെ തലച്ചോറിന് എന്തു പറ്റി? മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് മലയാളത്തിൽ പറയുന്ന ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ ശൈഖ് എന്താണോ പറഞ്ഞത് അവരാണ് ചെയ്യാണ്. അതൊക്കെ പുണ്യകർമ്മമായിട്ടാണ് അവർ കാണുന്നത്. ഇങ്ങനെ വഴിപിഴച്ച ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ. അവരെ നന്നാക്കൽ നമ്മുടെ കടമയല്ലേ പ്രിയമുള്ളവരെ? അവരെ നന്നാക്കണ്ടേ നമുക്ക്? അതിന് നമ്മളിത് പഠിച്ചു മനസ്സിലാക്കണം. ഈ ഹദീസൊക്കെ നോക്കണം. അള്ളാഹിൻ്റെ റസൂല് സഹാബത്തിനോടാണ് അത് പറയുന്നത്. എന്ന് നിങ്ങൾ നോക്കൂ, സമാനമായ മറ്റൊരു സംഭവം കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും എത്രത്തോളം ഗൗരവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹജ്ജത്തുൽ വദാ നമുക്കറിയാം. അള്ളാഹുവിൻ്റെ റസൂല് കുതിരപ്പുറത്ത് വാഹനപ്പുറത്ത് ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ബാക്കിൽ ഇരുത്തിയിട്ടുണ്ട്. ഹദീസിൽ കാണാം, അവിടുത്തെ റദീഫായിക്കൊണ്ട് ബാക്കിൽ ഇരിക്കുന്നതാരാണ്? വാഹനത്തിൽ നേരെ ബാക്കിൽ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് നബി തങ്ങളുടെ നേരെ ബാക്കിലിരിക്കുന്നത്. ആ സമയത്ത് ഹജ്ജിൻ്റെ സമയമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ധാരാളം സഹാബ പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഫദ്ൽ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ കാണാൻ നല്ല സുന്ദരനായിരുന്നു, നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു. ആ സമയത്ത് അവിടെ ഇങ്ങനെ ഫത്വകൾ ഇങ്ങനെ ചോദിക്കുമല്ലോ, ഹജ്ജിൻ്റെ സീസണല്ലേ, ഹജ്ജിൻ്റെ സമയത്ത് സഹാബത്ത് ഇങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നബിയും ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഇരിക്കുന്ന ആ വാഹനപ്പുറത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ, ഹദീസിൽ കാണാം, ഇംറഅത്തും മിൻ ഖസ്അം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ, അവരെക്കുറിച്ചും ഹദീസിൽ പറയുന്നത് വക്കാനത്തു വദീഅ, അതീവ സുന്ദരിയായിരുന്നു അവരെന്നാണ്. അതീവ സുന്ദരിയായിരുന്നു അവരും. അവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു ഫത്വ ചോദിക്കുകയാണ്. അങ്ങനെ ഫത്വ ചോദിച്ച് ഇങ്ങനെ സംസാരിച്ച് നബീനെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ഒന്ന് പെട്ടെന്ന് ഇടയ്ക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഫദ്ൽ റളിയല്ലാഹു അൻഹു ഈ ഖസ്അം ഗോത്രക്കാരിയെ നോക്കുന്നുണ്ട്, നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഖസ്അം ഗോത്രക്കാർ ഈ സ്ത്രീ ഫദ്ലിനെയും നോക്കുന്നുണ്ട്. അപ്പം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഫദ്ൽ റളിയല്ലാഹു അൻഹു അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പറയാണ്, അള്ളാഹിൻ്റെ റസൂൽ എൻ്റെ നേരെ ഇങ്ങനെയാണ് തിരിഞ്ഞിട്ട് എൻ്റെ താടി ഇങ്ങനെ പിടിച്ചിട്ട് താടി പിടിച്ച് ഇങ്ങനെയാണ് തിരിച്ചു, നേരെ അങ്ങോട്ട് തിരിച്ചു. ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കുന്നിടത്തുനിന്ന് എൻ്റെ താടിക്ക് പിടിച്ചിട്ട് നേരെ അങ്ങോട്ട് തിരിച്ചു. കണ്ടോ? അതൊരു പഠിപ്പിച്ചു കൊടുക്കലാണ്, വേറൊന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞൊന്നുമില്ല, അവിടെ വഷളാക്കിയില്ല, ഒന്നുമില്ല. അത് ആ വർത്താനത്തിൻ്റെ അടിയിൽ കൂടി തന്നെ ഈ കാര്യം അവിടെ ചെയ്തു. മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി. ഒരാൾക്ക് നിങ്ങളൊരു വെറുക്കപ്പെട്ട കാര്യം കണ്ടു കഴിഞ്ഞാൽ കൈകൊണ്ട് തടയുക. കൈകൊണ്ട് തടയാൻ പാടെ നബിക്ക് അധികാരമുള്ള ആളായിരിക്കണത്, അതുകൊണ്ട് ചെയ്തു. എല്ലാവരെയും നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റുമോ? ഒരാൾ വേറൊരു പെണ്ണിന് നോക്കുമ്പോൾ എനിക്കാളെ തല പോയി തിരിക്കണം എന്ന് നാളെ ആരും മനസ്സിലാക്കണ്ട, അടിയാണ് കിട്ടും. ഇവിടെ സ്വാതന്ത്ര്യമുള്ള നാടാണ്, ആർക്കും എങ്ങനെയും നോക്കും കാണുകയൊക്കെ ചെയ്യുക. അതാണ് പറയുന്നത്, ആ 3 മർത്തബ ഒരു തിന്മയെ പ്രതിരോധിക്കുന്നിടത്ത് നബിതങ്ങൾ പറയാൻ എന്താ കാരണം? സാധ്യതകൾ പരിഗണിച്ചുകൊണ്ടാണ്. ഒരാളുടെ സാധ്യതകൾക്കനുസരിച്ചാണ് കൈകൊണ്ട് തടയലും നാവ് കൊണ്ട് തടയലും. ഒന്നും പറ്റാത്തവനോടാണ് ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ നോക്കൂ, നിങ്ങൾ ഫദ്ൽ റളിയല്ലാഹു അൻഹു ആയിരിക്കുന്നത്, റസൂലുള്ളാഹിയുടെ ബാക്കിലായിരിക്കുന്നത്, ഹജ്ജിലായിട്ട് ഇഹ്റാമിലാണ് ഫദ്ലുമുള്ളത് റളിയല്ലാഹു അൻഹു. എന്നിട്ടും മനുഷ്യ സഹജമാണ്, അങ്ങനെ നോക്കിപ്പോകുന്നു. അതിൻ്റെ പേരിൽ നബി ആക്ഷേപിച്ചോ? അല്ലെ ഇങ്ങനെ പിന്നാലെ കൂടി, എന്നെ എനിക്ക് മനസ്സിലായി, ജിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ വരെ എനിക്ക് ഈ സ്വഭാവമാണല്ലേ, ഒരു വാക്കെങ്കിലും മുസ്തഫ ഫദ്ൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞോ? പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല, ഇത്രേ ചെയ്തുള്ളൂ. അപ്പോൾ മനസ്സിലായി നോക്കാൻ പാടില്ല. ആ പെണ്ണിനോടൊന്നും പറഞ്ഞില്ലല്ലോ, ആ സഹാബ വനിതകളോടൊന്നും പറഞ്ഞില്ലല്ലോ, പറയേണ്ടതില്ല. നബി ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിനും മനസ്സിലായി ഞാനും നോക്കാൻ പാടില്ല എന്ന്. അപ്പോൾ നോക്കൂ നിങ്ങൾ, സഹാബിമാരാണ്, അവരോടൊക്കെ അത് സാരല്ല, ഫദ്ൽ എന്നൊക്കെ പറഞ്ഞ ആരാണ്? വലിയ മഹാനല്ലേ, ഔലിയല്ലേ? അവർ നോക്കിയാലൊന്നും അതിലൊക്കെ ദുരുദ്ദേശമൊന്നുമില്ല. അവർക്ക് പൂച്ചക്കുട്ടിയും അന്യ പെണ്ണും ഒരേപോലെയാണ് എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ മതം ഏതാണ്? അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സമൂഹത്തോട് പറയുന്നത്, ജനങ്ങളെ, സൂഫിസം മറ്റൊരു മതമാണ്.
സൂഫിസത്തെ നിങ്ങൾ ഇസ്ലാമിലെ ഒരു അവാന്തര വിഭാഗമായി കാണരുത്. സൂഫിസം മറ്റൊരു മതമാണ്, അത് ഇസ്ലാം അല്ല. സൂഫിസം മറ്റൊരു മതമാണ്, സൂഫികളാണ് അവർ, സൂഫികളല്ല. നമ്മുടെയൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ ധാരാളം ആവർത്തിക്കേണ്ടി വരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മുടെ കേരളത്തിൽ അവരിങ്ങനെ വല്ലാതെ പ്രചാരത്തിൽ വരികയാണ്. എത്രയെത്ര ഗായകരാണെന്നറിയോ സൂഫി ഗായകന്മാർ, അവർക്കൊക്കെ കിട്ടുന്ന റീച്ച് എത്രയാണ്? പാട്ടുകൾ പാടുക, കുറേ ഗായകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ പാടാനും കേൾക്കാനും അത് ഷെയർ ചെയ്യാനും ഒക്കെ ഒരുപാട് ആളുകൾ. ഇതിൻ്റെയൊക്കെ മറവിൽ ഷിയായിസാണ് ഈ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. വളരെ ഗൗരവമാണ്, നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പോലും പറയാണ്, ഒരു പ്രാഥമികമായ നോട്ടം അങ്ങനെ നോക്കിപ്പോയാൽ അത് തെറ്റല്ല, പക്ഷേ രണ്ടാമതും വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ നോക്കരുത്. അപ്പോൾ അങ്ങനെ ഇസ്ലാം നിർദ്ദേശിച്ചുവെങ്കിൽ നമ്മൾ എത്രത്തോളം ആ മേഖലയിൽ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. ആരും നമ്മളെ നോക്കാനും നിയന്ത്രിക്കാനും ഇല്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. AI യുഗം എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി എന്നൊക്കെ പറയുന്ന കാലത്ത് ഏത് മോഡലിലും എനിക്കുണ്ടാക്കാം, എനിക്കതിനെപ്പറ്റി അറിഞ്ഞാൽ മതി, എനിക്കിഷ്ടമുള്ള രൂപത്തിൽ എന്നോട് ചേർത്ത് അല്ലെങ്കിൽ വേറൊരാളോട് ചേർത്ത് ഒക്കെ ഉണ്ടാക്കാം, ഏതൊക്കെ മോഡൽ ഉണ്ടാക്കണം ഒക്കെ ഉണ്ടാക്കാം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഫിത്നകൾ ധാരാളമായി വർദ്ധിച്ചൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ നിർദ്ദേശങ്ങൾക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി മറ്റൊരു ഹദീസ്, ഈ ഹദീസിൻ്റെ ആമുഖത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഹദീസ് സഹീഹല്ല, ദഈഫാണ്. പക്ഷേ റിയാദുസ് സാലിഹീനെ ഈ ഹദീസ് നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കണം. എന്നിട്ട് അതിൻ്റെ ദുർബലത എന്താണ് നമ്മൾ അറിയുകയും ചെയ്യണം. അല്ലെ വിഷയം എന്താണ്? വഅൻ ഉമ്മി സലമത റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, കുൻതു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിലായിരിക്കെ, വഇൻദഹു മൈമൂന, നബിതങ്ങളുടെ അടുക്കൽ മൈമൂനയുമുണ്ട്. അപ്പോൾ ഉമ്മു സലമ ബീവി എന്താ പറയുന്നത്? ഞാനും മൈമൂനയും അള്ളാഹുവിൻ്റെ റസൂൽ, രണ്ടാളും അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരാണല്ലോ, പ്രവാചകൻ്റെ സമീപത്തായിരിക്കെ, ഫഅഖ്ബല ഇബ്നു ഉമ്മി മക്തൂമിൻ, അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം എന്ന് പറയുന്ന സഹാബി കടന്നു വന്നു. അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത എന്താ? അദ്ദേഹം അന്ധനാണ്, കണ്ണ് കാണൂല. രണ്ടാളാണ് മദീനത്ത് ബാങ്ക് വിളിച്ചിരുന്നത്. ഒന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാലില്ലെങ്കിലോ ഇബ്നു ഉമ്മ മക്തൂമായിരുന്നു ബാങ്ക് വിളിച്ചിരുന്നത്. രണ്ടിനും കാരണം പറഞ്ഞാൽ എന്താണ്? അൻദാ സൗത്തെന്നാണ്. നല്ല ഈ ബാങ്കിനെപ്പോഴും എല്ലാവർക്കും അതിന് പറ്റില്ല. ബാങ്ക് നല്ല മനോഹരമായി ബാങ്ക് വിളിക്കണം, നല്ല ശബ്ദവും നല്ല അതിൻ്റെ എല്ലാ നിയമങ്ങളും ഒപ്പിച്ച് മനോഹരമായ നിലക്ക് ബാങ്ക് വിളിക്കലാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ നമ്മൾ എത്ര സഹാബിമാർ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹിയുടെ കാലത്ത് ബാങ്ക് വിളിച്ചത് എത്ര ആൾ മാത്രമാണ്? 2 ആൾ മാത്രമാണ്. അത് വേറൊരു വിഷയം, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതിന് മാത്രം. അപ്പോൾ അതിൽപ്പെട്ടതായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മക്തൂം. അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതീർണമായ അധ്യായം ഏതാ? സൂറത്ത് അബസ, അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മ. നബിയേ, നിങ്ങൾ മുഖം ചുളിച്ചുവല്ലേ, ഒരൽപ്പമൊന്ന് അവഗണന കാണിച്ചുവല്ലേ. എപ്പോൾ അൻ ജാഅഹുൽ അഅ്മ, ഒരന്ധനായ മനുഷ്യൻ കയറി വന്നപ്പോൾ. എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള പ്രമാണിവർഗത്തോട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോഴാണ് അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം എന്ന കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾ വന്നപ്പോൾ നബിതങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ അവിടെ നിൽക്കട്ടെ, ഇപ്പം അദ്ദേഹത്തെ പിന്നെയും കിട്ടുമല്ലോ, ഇവരെപ്പോഴേ കിട്ടുള്ളൂ എന്ന നിലക്ക് അവരോടൊന്ന് സംസാരിച്ച് ഇത്തിരി ഒരു അവഗണന ഈ വന്ന ദീന് ചോദിക്കാൻ വന്ന ആളായിരുന്നു. ഇതോ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനാണ് ആര് കയറി വന്നത്? അബ്ദുള്ള റളിയല്ലാഹുവിന് കയറി. നബിതങ്ങളൊരിത്തിരി ആ സമയത്ത് തൽക്കാലം ഒന്നാണ് മാറ്റി വെച്ചു. പിന്നെയും പറഞ്ഞു കൊടുക്കാലോ ഇവരെപ്പോഴേ കിട്ടുള്ളൂ എന്നുള്ള നിലക്ക് അവരെ തന്നെ സംസാരം തുടർന്നപ്പോൾ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്താണ് അൻജാഅഹുൽ അഅ്മ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. നിനക്കറിയോ ആ വന്ന ആൾ ഏറ്റവും നല്ല തസ്കിയത്തുള്ള ആളാണ്, അവരാ ഏറ്റവും നല്ല, നിനക്കറിയോ? നീ എന്തേ അവഗണിച്ചത്? അത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും ഒരു ആക്ഷേപം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതൊരാളോട് നമ്മൾ പറയുമോ? നമ്മൾ പറയില്ല.
പരിശുദ്ധ ഖുർആനിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അമാനത്തിൻ്റെ തെളിവായിട്ടാണ് മുസ്ലിം ലോകം ഇന്നും ഈ സംഭവം പറയുന്നത്. ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞ ഒരു കാര്യവും അള്ളാഹിൻ്റെ റസൂൽ മറച്ചു വെച്ചിട്ടില്ല, ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നബിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്താണ്, അതും പറഞ്ഞിട്ടുണ്ട്. അബ്ദുള്ള റളിയല്ലാഹുവിന് കയറി വരുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് ചെന്ന് ആ വലിയ ആദരവുകൾ കാണിച്ച് തൻ്റെ സീറ്റിൽ ഇരുത്താറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്താ കാരണം പറഞ്ഞറിയോ? എന്താ കാരണം പറഞ്ഞത്? ഇദ്ദേഹം വലിയ മഹാനാണ്, ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ് അള്ളാഹു എന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആനിൽ ഖിയാമത്ത് നാൾ വരെ ഓതുന്ന ആയത്ത് ഇറക്കിയത്. നമ്മളാണെങ്കിലോ, നമുക്ക് ആക്ഷേപം കിട്ടാൻ കാരണക്കാരനായ ഒരുത്തനെ കണ്ട ചങ്ങായി വരുന്നുണ്ട്, ഓൻ കാരണമാണ് ഞാൻ നിങ്ങൾ ആൾക്കാരുടെ ഇടയിൽ വഷളായത്, മൈൻഡ് ഒന്നും വേണ്ട, ആ ആളോട് വെറുപ്പാണ്ട്. മുത്ത മുസ്തഫാക്കോ വലിയ സ്നേഹം ഉണ്ടായി. ഇതാണ് നമ്മളും മുത്തുനബിയായിട്ടുള്ള വലിയ വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് ഗുഡ് സർട്ടിഫിക്കറ്റ് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞപ്പോൾ ഇനി അതിനേക്കാണ് അപ്പുറം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാമല്ല, ഒറ്റ വാചകത്തിൽ ഒതുക്കി ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ആ അളീമിന് വ്യാഖ്യാനം പറഞ്ഞാൽ തീരൂല. നബിയെ നിങ്ങൾ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ആക്ഷേപിച്ചവരോടും ഏറ്റവും കൂടുതൽ നല്ല നിലയ്ക്ക് ഇടപെട്ടു. അതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എന്താണ്? അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂം, അദ്ദേഹത്തൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം കടന്നു വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും അവിടെ ഉണ്ട്. വദാലിക ബഅദ അൻ ഉമിർനാ ബിൽ ഹിജാബി, ഹിജാബിൻ്റെ അഥവാ പുരുഷന്മാരുമായി സംസാരിക്കുമ്പോൾ മറയ്ക്ക് പിന്നിൽ നിന്ന് സംസാരിക്കണം എന്ന നിയമമൊക്കെ ഇറങ്ങിയതിൻ്റെ ശേഷമായിരുന്നു ആ വരവ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ അപ്പോൾ പറഞ്ഞു, ഇഹ്തജിബാ മിൻഹു. ഇഹ്തജിബ് എന്ന് ഒരാളോടാ പറയാം, നീ മറഞ്ഞു നിൽക്കൂ. ഇഹ്തജിബാ രണ്ടാളോട് പറയാണ്. ആരാവിടെ? മൈമൂന ബീവി റളിയല്ലാഹു അൻഹയും ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹയും ഉണ്ട്. ഇഹ്തജിബാ, നിങ്ങൾ രണ്ടുപേരും മറയിലേക്ക് പോകൂ. മിൻഹു, ഉമ്മ മക്തൂമിൽ നിന്ന് നിങ്ങൾ മറ സ്വീകരിക്കൂ. ഫഖുൽനാ, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ എന്തിനാ മറ സ്വീകരിക്കുന്നത്? അലൈസ ഹുവ അഅ്മാ, അദ്ദേഹം കണ്ണാണാത്ത ആളല്ലേ? അലൈസ ഹുവ അഅ്മാ, അദ്ദേഹം കണ്ണാണാത്ത ആളല്ലേ? ലാ യുബ്സിറുനാ, അദ്ദേഹം ഞങ്ങളെ ഇങ്ങോട്ട് കാണൂലല്ലോ. അദ്ദേഹം ഞങ്ങളെ ഇങ്ങോട്ട് കാണൂലല്ലോ, പിന്നെന്തിനാ ഞങ്ങൾ പോകുന്നത്? വലാ യഅരിഫുനാ, ഞങ്ങളെ അറിയുക പോലുമില്ല. ആരാന്നിപ്പോൾ ആണാ പെണ്ണാന്നും കൂടി മൂപ്പർക്ക് മനസ്സിലാവില്ല. പിന്നെ ഇതിനിപ്പോൾ നമ്മൾ മറയിൽക്ക് പോണ്. അപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അഫ അംയാവാനി അൻതുമാ അലസ്തുമാ തുബ്സിറാനിഹി. അഫ അംയാവാനി അൻതുമാ, നിങ്ങൾ രണ്ടാളും അന്ധന്മാരല്ലല്ലോ. അഫ അംയാവാനി, നിങ്ങൾ രണ്ടാളും, അൻതുമാ, നിങ്ങൾ രണ്ടുപേരും അന്ധന്മാരാണോ? അലസ്തുമാ തുബ്സിറാനി ഹി, നിങ്ങൾ രണ്ടാളും അദ്ദേഹത്തെ കാണുന്നില്ലേ? അപ്പം ഇങ്ങോട്ട് നോക്കണില്ലേ, നിങ്ങൾ അങ്ങോട്ട് കാണൂലേ? അവിടെ നിങ്ങൾ പോകണം, നിങ്ങൾ മറ സ്വീകരിക്കണം എന്ന് പറയും. ഇതിപ്പോൾ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തതാണ്. ഇമാം നവവിയുടെ അടുക്കൽ ഈ ഹദീസ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് ഹദീസുൻ സഹീഹുൻ, സഹീഹായ ഹദീസാണ്. അങ്ങനെ പണ്ഡിത ലോകത്ത് പണ്ഡിതന്മാരുടേതായ സഹീഹാക്കിയ ഒരുപാട്, അവർ സഹീഹാണെന്ന് മനസ്സിലാക്കിയ ഒരുപാട് ഹദീസുകൾ പിൽക്കാലത്ത് ലഈഫിൻ്റെയും മൗദൂഇൻ്റെയും ഒക്കെ ഗണത്തിലേക്ക് തള്ളപ്പെട്ടിട്ടുണ്ട്. ഒരു ലഈഫാണെന്ന് അവർ മനസ്സിലാക്കിയത് ചിലതൊക്കെ സഹീഹിൻ്റെ ഗണത്തിലേക്കും വന്നിട്ടുണ്ട്. അതൊക്കെ പണ്ഡിത ലോകത്തുണ്ടാകുക ചർച്ചകളാണ്, അതൊക്കെ മനുഷ്യ സഹജമാണ്. കാരണം അവരവർക്ക് കിട്ടിയ തെളിവുകളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അവർ ഒരു ഹദീസിൻ്റെ സിഹത്തും ദുഅഫും ഒക്കെ അവർ തീരുമാനിക്കുക. അതിനേക്കാൾ പ്രബലമായ മറ്റു സാഹചര്യ തെളിവുകൾ കിട്ടുമ്പോൾ പിൽക്കാലക്കാരായ ആളുകൾ എന്തു ചെയ്യും? ആ സംഭവം ദുർബലമാണ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും. അതൊക്കെ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ പറയും, ഓ നവവി ഇമാമിനെക്കാണ് വിവരമാണല്ലോ ഇപ്പം നിങ്ങൾക്ക്, നമുക്ക് വിവരമുണ്ടായിട്ടല്ല. അങ്ങനെ പറയാനേ പാടില്ല. എത്ര വലിയ പണ്ഡിതന്മാരാണെങ്കിലും അവർക്കറിയാത്ത ചിലതുണ്ടാവും. അത് പിന്നീട് ശേഷക്കാരാണ് അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക.
ഞാനൊരൊറ്റ ഉദാഹരണം, എല്ലാവർക്കും മനസ്സിലാണ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മഹാപ്രതിഭയാണ്. മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫി റഹിമഹുല്ലാ, ഹിജ്റ 150 അദ്ദേഹം വഫാത്താകുന്നത്. ആ ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അഭിപ്രായം അനുസരിച്ചാണ് ഇന്ന് ബാങ്ക് വിളിക്കുന്നതെങ്കിൽ സുബഹിക്ക് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയാൻ പാടില്ല. അദ്ദേഹം പറയുന്നത് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് സുബഹി ബാങ്കിൽ ചേർക്കാൻ പാടില്ല എന്നാണ് ആരുടെ അഭിപ്രായം? ഇമാം ഷാഫിയുടെ അഭിപ്രായം. അങ്ങനെ അദ്ദേഹം പറയുന്ന ആ വിഷയത്തിൽ ഹദീസ് സഹിഹല്ല. ആരാ പറയുന്നത്? ഷാഫിഈ മദ്ഹബിൽ ആ നിയമത്തെ തിരുത്തിയത് പിന്നെ രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ ഉടമയായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇമാം നവവിക്ക് മറ്റൊരു പേരുണ്ട്, സ്ഥാനപ്പേര്. എന്താണ്? അശ്ശാഫിഈ യുസ്സാനി, രണ്ടാം ഷാഫി എന്നാണ് അറിയപ്പെടുന്നത്. അത്ര പ്രഗത്ഭനാണ് ആര്? ഷാഫി ഇമാം. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഇമാമ് പറഞ്ഞ അഭിപ്രായമൊക്കെ ശരി തന്നെ, പക്ഷേ ഏതൊരു മനുഷ്യൻ്റെ അഭിപ്രായത്തിലും ഉണ്ടാവും തള്ളേണ്ടതും ഉണ്ടാവും കൊള്ളേണ്ടതും ഉണ്ടാവും. പക്ഷേ ആ വിഷയത്തിൽ ഹദീസ് സഹിഹായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മളെ നാട്ടിൽ കേരളത്തിലെ ഭൂരിപക്ഷം പള്ളികളും ഏത് മദ്ഹബിൻ്റെ പള്ളികളാണ്? ഷാഫി മദ്ഹബിനനുസരിച്ചുള്ളതാണ് സമസ്തക്കാരുടെ പള്ളികളിലൊക്കെ. ഏത് പള്ളിയിൽ നിന്നാണ് സുബൈക്ക് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാണ്? ഷാഫി ഇമാമിന് കിട്ടാത്തത് ഇപ്പം ഇങ്ങ് കിട്ടിയോ? ഷാഫി ഇമാമിനേക്കാണ് വലിയ പേര് അങ്ങക്ക്. എന്തായാലും ഷാഫി ഇമാമിൻ്റെ അവിടേക്ക് എത്തുമോ? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി എത്തൂലല്ലോ. പക്ഷേ ആ ഷാഫി ഇമാമിനെ ധാരാളം മസ്അലകളിൽ, ഇതിൽ മാത്രമൊന്നുമല്ല, ഒന്ന് സാമ്പിളിന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ധാരാളം മസ്അലകളിൽ ഷാഫി ഇമാമിൻ്റെ അഭിപ്രായങ്ങളെ തിരുത്തിയിട്ടുണ്ട് ആര്? പിൽക്കാലത്ത് വന്നിട്ടുള്ള ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാം, അങ്ങനെ ധാരാളം സംഭവിക്കാം. സഹീഹ് അല്ലാത്ത ഹദീസ് സഹീഹായിട്ട് കണ്ടിട്ടുണ്ട്. ഷാഫി ഇമാമിൻ്റെ വീക്ഷണത്തിൽ സുബഹിക്ക് കുനൂത്ത് ഓതണം എന്നാണ്. അദ്ദേഹം ആ സംബന്ധമായിട്ടുള്ള ഹദീസ് സഹീഹാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ മറ്റു മദ്ഹബിൻ്റെ പല പണ്ഡിതന്മാർ പിൽക്കാലത്ത് വന്നപ്പോൾ അവർ പറഞ്ഞു, എന്ത് വേണ്ട, അത് ബിദഅത്താണ്, സുബഹിക്ക് കുനൂത്ത് ഓതേണ്ട സമ്പ്രദായമില്ല. കാരണം ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ് എന്തല്ല? സഹീഹല്ല. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനാ വെച്ചാൽ ഇതൊക്കെ സംഭവിക്കും. ഇതിലൊന്നും നമ്മൾ ആരെയും ആക്ഷേപിക്കേണ്ടതില്ല. അതുകൊണ്ട് ആരും കുറ്റക്കാരോ മോശക്കാരോ ഒന്നും ആവില്ല. ഇപ്പോൾ നവവി ഇമാം ഇവിടെ സഹിയാക്കിയിട്ടുണ്ട്, ശരിയല്ല എന്ന് നമ്മളിവിടെ ക്ലാസ്സിൽ പറഞ്ഞാൽ, ഓ നവവി ഇമാമിനെ തിരുത്താൻ വന്നൊരു മൗലവി എന്ന് പറയേണ്ടാന്ന് നമ്മൾ പറയുന്നല്ല പറയണത്. വിമർശകന്മാർ അങ്ങനെയാണ് പറയുക, ഓ നവവി ഇമാം സഹിയാന്ന് പറഞ്ഞത് ഇപ്പോൾ തിരുത്താനാണല്ലോ ഇപ്പം ഇവർ മൗലവിമാർ. നമ്മൾ തിരുത്തല്ല, ഇതിനെ സംബന്ധിച്ചുള്ള വലിയ അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതന്മാർ തന്നെ അതിനെ തിരുത്താണ്. അപ്പം ആധുനിക കാലക്കാരും പൂർവീകന്മാരും ഒക്കെ പലരും അതിനെ സഹിഹാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. വലിയ ചർച്ച നടന്നൊരു ഹദീസാണിത്. ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ അടുത്ത കാലത്ത് ജീവിച്ച് വഫാത്തായി പോയിട്ടുള്ള സൗദി അറേബ്യയിലെ ഒരു കിബാറുൽ ഉലമയിൽപ്പെട്ടൊരു പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ലാക്കിൻ ഹാദൽ ഹദീസ് ദഈഫ്, ഈ ഹദീസ് ദഈഫാണ്. അതിന് കാരണമുണ്ട്. ഒന്ന്, അതിൻ്റെ സനദിൽ നബ്ഹാൻ എന്ന് പറയുന്നൊരു വ്യക്തിത്വമുണ്ട്. അത് ഉമ്മു സലമയുടെ മൗലയാണ്. അവരാരാണ് എന്ന് മജ്ഹൂലാണ്, കൃത്യമായിട്ട് അറിയപ്പെട്ടിട്ടില്ല. അതതിൻ്റെ സനദിൻ്റെ കാര്യമാണ് പറയണേ. ഇനി അതിനേക്കാളപ്പുറം അന്നൽ ഹദീസ സഹിഹ, ഈ ഹദീസ് ലഈഫാണെന്ന് പറയാൻ ഇദ്ദേഹം പറഞ്ഞ കാരണം എന്താണ്? ഇദ്ദേഹം അടക്കമുള്ള പണ്ഡിതന്മാർ പറയുന്ന കാരണം എന്താണ്? കാരണം സഹിഹായ ഹദീസുകൾ മുഴുവനും തറുദ്ദുഹു, ഈ ഹദീസിനെ ഗണ്ണിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണവും പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഫാത്തിമ ബിൻത്ത് ഖൈസ് എന്ന് പറയുന്നൊരു സഹാബ വനിതയുടെ വിഷയത്തിൽ ഒരു മസ്അല പറഞ്ഞു. പെട്ടെന്ന് ചുരുക്കി പറയാൻ, ഫാത്തിമ ബിൻത്ത് ഖൈസ് റളിയല്ലാഹു അൻഹ അവർ ഒരാളുടെ കീഴിൽ ഭാര്യയായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ ത്വലാഖ് ചൊല്ലപ്പെട്ടു. ത്വലാഖ് ചൊല്ലിയപ്പോൾ അവർക്ക് ഇദ്ദയിരിക്കണമല്ലോ. ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ഇദ്ദയിരിക്കണമല്ലോ, 3 മാസത്തോളം ഇദ്ദയിരിക്കണമല്ലോ, 3 ശുദ്ധികാലം. അപ്പോൾ ഇദ്ദയിരിക്കാൻ നോക്കുമ്പോൾ അവർക്ക് ബന്ധപ്പെട്ട ആളുകളുടെ ഒന്നും ഭർത്താവിൻ്റെ ഈ വീട്ടിലാണെങ്കിൽ ഇരിക്കാൻ അവിടെ അവർക്ക് പല പ്രശ്നങ്ങളും തോന്നുകയാണ്. അവിടെ ഇദ്ദയിരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അതിന് ചില കാരണങ്ങൾ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അവരതിന് തയ്യാറല്ല. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഓപ്ഷൻ പറഞ്ഞത് ഉമ്മു ശരീക്കിൻ്റെ വീട്ടിൽ പോയിട്ട് ഇരുന്നോ എന്നാണ്. പക്ഷേ അവിടെയാണെങ്കിൽ അവിടെയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം കണ്ടെത്തി അവിടെ പലപ്പോഴും ധാരാളം സഹാബിമാർ പഠനാവശ്യാർത്ഥമൊക്കെ കയറി ഇറങ്ങുന്നൊരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് പ്രൈവസി കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഇമാം മുസ്ലിം റിപ്പോർട്ട്, സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇഅ്തദി ഫീ ബൈത്തി ഇബ്നു ഉമ്മ മക്തൂം, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിൻ്റെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇദ്ദ അനുഷ്ഠിച്ചോളൂ എന്ന്.
അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. എന്താ കാരണം പറഞ്ഞത്? ഫൈനഹു റജുലുൻ അഴ്മ, അദ്ദേഹം കണ്ണ് കാണാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തളഈര സിയാബക്കി ഇൻദഹു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിങ്ങൾ വസ്ത്രം മാറിയാലും നിങ്ങൾ ശരിക്കുള്ള ഹിജാബിലൊന്നും അല്ലെങ്കിലും പ്രശ്നമല്ലല്ലോ. മനസ്സിലായെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിങ്ങളിപ്പോൾ സാധാരണ വസ്ത്രം, ഒരു പെണ്ണ് വീട്ടിൽ നിൽക്കുമ്പോൾ പുറത്തിറങ്ങണ വേഷത്തിലല്ലല്ലോ വീട്ടിലുണ്ടാവുക. അതുകൊണ്ട് ആ നിലക്ക് നിങ്ങൾ വസ്ത്രം ധരിച്ച് നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലൂടെ സ്വതന്ത്രമായി നിങ്ങൾ നടന്നാലും നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. കാരണം അവിടെയുള്ള പുരുഷനാരാണ്? അദ്ദേഹം കണ്ണ് കാണൂലല്ലോ, അപ്പം നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. ഇവിടെ നബി തങ്ങൾ പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അങ്ങോട്ട് കാണൂലേ എന്ന് ചോദിച്ചില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അതിലാശയോ ഇതിലാശയോട്ട് പൊരുത്തപ്പെടൂല. അതുകൊണ്ട് ഈ ഹദീസ് ദുർബലമാണ് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല സമാനമായ മറ്റൊരു ഹദീസും അവർ തെളിവായിട്ട് ഉദ്ധരിക്കുന്നു. അതേതാണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അന്ന് അവർക്ക് പ്രായം 10-16 ആയിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൻ്റെ മറ്റു റിവായത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. മദീന പള്ളിയിൽ സുഡാനികളായ കുറച്ച് യുവാക്കൾ, ഹബശീനിയക്കാരായ കുറച്ച് യുവാക്കൾ ആയുധാഭ്യാസം പ്രകടിപ്പിച്ചുകൊണ്ട് മദീനയിൽ വന്നു. അവർ ആയുധാഭ്യാസം കാണിച്ചു മദീനത്തെ പള്ളിയിൽ. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, ആയിഷ നിനക്ക് ആയുധാഭ്യാസം കാണാൻ പൂതിയുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ എനിക്ക് കാണണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിന്നിലിങ്ങനെ നിർത്തി ആയിഷ ബീവിനെ, എന്നിട്ട് അവരെ കളി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. മദീനത്തെ പള്ളിയിൽ അവർ ആയുധം കൊണ്ട് പയറ്റി നടത്തണം, ആയുധാഭ്യാസം നടത്തണം. സഹീൽ ബുഖാരിയിലുള്ള സംഭവമാണ്. ഒരു യൽഅബൂന ഫിൽ മസ്ജിദ് എന്നാണ്, പള്ളിയിൽ അവർ ആയുധാഭ്യാസം പ്രകടിപ്പിക്കുകയാണ്. അപ്പം ഞാൻ നോക്കി, ഞാൻ അവർ കളിക്കുന്നത് ഇങ്ങനെ കണ്ടു. എന്നോട് ചോദിച്ചു, മതിയോ, ഇത്ര കണ്ടാൽ മതിയോ, ഇനിയും കാണണോ? അപ്പോൾ പറഞ്ഞു, മതി നബിയെ, എന്നാ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പൂതി തീരുവോളം ഞാൻ അവരുടെ അഭ്യാസ പ്രകടനം കണ്ടു. ആണുങ്ങളല്ലേ? അപ്പോൾ ആയിഷമ്മ ബീവി അവർ നോക്കുന്ന ആണുങ്ങൾ, പ്രത്യേകിച്ച് ആയുധാഭ്യാസമൊക്കെ ആകുമ്പോൾ ശരിക്കുള്ള വസ്ത്രമൊന്നും പോലും ഉണ്ടാവില്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ്റെ ഔറത്ത് എന്ന് പറയുന്നത് സുറത്ത് ഇല റുക്ബ, മുട്ട് മുതൽ പൊക്കിൾക്ക് ഇടക്കുള്ളതാണ് പുരുഷൻ്റെ ഔറത്ത്. അപ്പോൾ ആ സംഭവവും സഹീൽ ബുഖാരിൽ അടക്കണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ ഇതുമായിട്ട് യോജിക്കുന്നില്ലല്ലോ എന്ന് അല്ലാഹുവിൻ്റെ റസൂലല്ലേ കാണിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല ഇത് പറയുന്നിടത്ത് പിന്നെ ഇദ്ദേഹം വീണ്ടും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്തേ കാരണം? നിങ്ങൾ നോക്കൂ, ഇന്നത്തെ കാലഘട്ടം വലുതാലിക്ക നജിദുരിജാല, ഇന്ന് നമുക്ക് പുരുഷന്മാരെ കാണാം. യംശൂന ഫിൽ അസ്വാഖി, അവർ മാർക്കറ്റുകളിലൂടെയൊക്കെ നടക്കുന്നത് എപ്രകാരമാണ്? കാശിഫീന വുജൂഹഹും, അവർ മുഖം മൂടി മറച്ചിട്ടൊന്നല്ലോ ആണുങ്ങൾ മാർക്കറ്റിലൂടെ നടക്കുന്നത്. വന്നിസാഉ യൻളുർന ഇലൽ വുജൂഹി, ആണുങ്ങളുടെ മുഖം പലപ്പോഴും പെണ്ണുങ്ങൾ കാണുന്നുണ്ടല്ലോ. വകദാലിക നിസാഉ ഫി അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്രകാരമായിരുന്നു റസൂലുള്ളാഹിയുടെ കാലത്തും സഹാബാ വനിതകൾ. യഹ്ളുർന ഇലൽ മസ്ജിദി, അവർ പള്ളിയിലേക്ക് ഹാജരാകാറുണ്ടായിരുന്നു. വലാ ജിബുരിജാലു അൻഹുന്ന, പുരുഷന്മാർ അവരിൽ നിന്ന് ഹിജാബ് സ്വീകരിക്കാറുണ്ടായിരുന്നില്ലല്ലോ. വലൗകാന റജുലു, ഒരു പുരുഷൻ ലാഹില്ലുലിൽ മർഅതി, ഒരു സ്ത്രീക്ക് ആ പുരുഷനെ കാണൽ പാടില്ല എന്നായിരുന്നു നിയമമെങ്കിൽ ലവജബ അലൈഹി അൻ യഹ്തജിബ, ആ പുരുഷനും ഹിജാബ് ധരിക്കൽ നിർബന്ധമാകുമായിരുന്നല്ലോ. കമാ തഹ്തജിബുൽ മർഅതു അനിർ റജുലി, ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീ ഹിജാബ് പാലിക്കും പോലെ ആണുങ്ങളോട് ഹിജാബ് പാലിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുരുഷൻ സ്ത്രീയെ നോക്കുന്നതും സ്ത്രീ പുരുഷനെ നോക്കുന്നതും ഒരേ കാറ്റഗറിയിലല്ല, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. രണ്ടിൻ്റേതായ. എന്നാൽ ഒരാൾ മറ്റൊരു ദുഷ്ടലാക്കോടുകൂടെ ഒരു പെണ്ണാണ് നോക്കുകയാണെങ്കിലോ അപ്പോൾ അതെന്ത് തന്നെയാണ്, പറയേണ്ടതില്ല. അതേ അവസരത്തിൽ പൊതുവിൽ എന്താണ് ആണുങ്ങൾ നടക്കുന്നില്ലേ, ആണുങ്ങൾ മുഖം മൂടിയിട്ടാണ് നടക്കുന്നത്. അതേ അവസരത്തിൽ ആണിനോടും പെണ്ണിനോടൊക്കെ അള്ളാഹു തന്നെയല്ലേ കൽപ്പിച്ചത്, പുരുഷന്മാരോട് പറയൂ ദൃഷ്ടി താഴ്ത്തട്ടെ, സ്ത്രീകളോട് പറയൂ ദൃഷ്ടി താഴ്ത്തട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ പെണ്ണും ദൃഷ്ടി താഴ്ത്തണം, ആണും ദൃഷ്ടി താഴ്ത്തണം. പിന്നെ പെണ്ണ് മാത്രം എന്താ മുഖം മൂടണം, എന്നാ ആണുങ്ങളും മുഖം മൂടണ്ടേ എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും രണ്ട് തന്നെയാണ്. അതെല്ലാവരും അംഗീകരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. തർക്കിക്കാൻ വേണ്ടി പലപ്പോഴും ആൾക്കാർക്ക് ചോദിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒരാണിനെ പോലെയല്ല പെണ്ണ്, അതിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇനി ദുഷിച്ചൊരു ലക്ഷ്യത്തോടു കൂടെയാണ് ഒരു പെണ്ണ് നോക്കുന്നതെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, അതിലിപ്പോൾ പറയാനൊന്നും ഇല്ലതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ വക കാരണങ്ങളാലൊക്കെ ഉണ്ടാവും. പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഫസ്സഹീഹു അന്നൽ മർഅ, അതുകൊണ്ടൊരു സ്ത്രീക്ക് ലഹാൻ തൻദുറ ഇല റജുലി, ഒരു പുരുഷനെ നോക്കുന്നതിന് വിരോധമൊന്നുമില്ല. ലാക്കിൻ ബിഗൈരി ശഹ്വ, ഇങ്ങനെ ഒരു എന്തെങ്കിലും മനസ്സിലൊരു മോഹം വെച്ചിട്ടായിരിക്കരുത്. വലസ്തിംതാഇന്നഹു തലദ്ദുദിന്, ഒരു ആസ്വാദനത്തിൻ്റെ നോട്ടമാകരുത്. അതേ അവൾ പാലിക്കേണ്ടത്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഹദീസ് ഈ ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിനെ പണ്ഡിതന്മാരത് ലഈഫാണ്, അതിൻ്റെ സനദും
അതിൻ്റെ ആശയവും ഇത് ലഈഫാണ് എന്നറിയിക്കുന്നു എന്നാണ്. എന്നാൽ ഇതിനൊക്കെ ഗണനങ്ങൾ ഇതിനെ എതിർത്ത് സംസാരിക്കുന്ന പണ്ഡിതന്മാർ അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുസ്ലിം ലോകത്തുള്ളൊരു ചർച്ചയാണ്. എന്തായിരുന്നാലും ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചർച്ചകൾ മുസ്ലിം ലോകത്ത് ഉണ്ട്. അതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി തന്നെ ഈ ഹദീസുകൾ ഓരോന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്ന സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അത് മുറുകെ പിടിക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് എല്ലാം റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.